വരുൺ മോനെ, മോനെ. മോനെന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഇറങ്ങാറായില്ലേ? വാ വാ. വരുൺ മോനെ, കേറി വാ. വാ മോനെ. ആ മോനെ, ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ. എന്നെ ക്ഷേത്രത്തിന്റെ അടുത്ത് ഇറക്കിയാൽ മതി. മോളെ, എത്രയും പെട്ടെന്ന് അവനെയും കൂട്ടി പോവാൻ നോക്ക്. ചെല്ലേ. അച്ഛാ, ഈ കുട്ടി ഇപ്പൊ എവിടെ ഉണ്ടെന്നാ ചോദിച്ചത്? ഇവിടെ ഉണ്ട്, അല്ലാതെ എവിടെ പോവാൻ? മോൻ എന്തൊക്കെയായി പറയുന്നത്? ജോലി ഉപേക്ഷിച്ച് പോവാനോ? എന്ത് ജോലി? അവളെന്റെ മൂത്ത മോളല്ലേ? പ്രിയ, ഒരു മിനിറ്റ്. ഇത് വരുണിന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കണം. എന്തിനാ ഇത്? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പിണക്കുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയും പിന്നെ വരുണിനെ സ്നേഹിക്കാനും വേണ്ടിയിട്ടുള്ളതാ. ഞാനിത് പൂജാരിയെ കൊണ്ട് പ്രത്യേകം പൂജ കഴിപ്പിച്ച് വാങ്ങിച്ചതാ. ഇതിനിടയിൽ ഓടിപ്പോയി പ്രിയങ്കയ്ക്ക് വേണ്ടി ഇവളൊരു പൂജ കഴിപ്പിച്ചു എന്ന് പറഞ്ഞാ അത് വിശ്വസിക്കാൻ പറ്റില്ല. ഈ ചരട് പ്രിയങ്കയെ അവൻ എന്നേക്കുമായി വെറുക്കാനുള്ളതായിരിക്കും. അങ്ങനെയാണെങ്കിൽ പൂജിച്ചു കൊണ്ടുവന്ന ഇവൾ തന്നെ ഇതിന്റെ ഫലം അനുഭവിക്കണം. ഈ ചരട് കെട്ടിയ കാര്യം നടക്കുമെന്ന് ഉറപ്പാണോ? ആ അതെ മുത്തശ്ശി. എന്നാ നീ വാ. വാ ഓടി.
ഭാര്യ ഭർത്താവിൻ്റെ കയ്യിൽ ഇത് കെട്ടിക്കൊടുത്താൽ ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം ഇരട്ടിയാകും. ആ രാധിക പൂജിച്ചു കൊണ്ടുവന്ന ചരട കെട്ടിക്കൊടുക്കാൻ ഞാൻ പറഞ്ഞു. എവിടുന്നാ മോളെ ഇത്? ആ, അത് ഭാർഗവൻ തിരുമേനിയുടെ അടുത്തുനിന്നാ. ആ എങ്കിൽ സംശയമൊന്നും വേണ്ട, ലക്ഷ്യം നടന്നിരിക്കും. എന്നാ പിന്നെ എല്ലാരും കയറാൻ നോക്ക്. ഓ ഉവ്വ. ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന താലി അങ്ങ് സംരക്ഷിക്കണേ. രാധികേ, ഡി രാധികേ. എന്താ അമ്മേ, അവൾ എന്ത് ചെയ്തിട്ട് അമ്മ ഇങ്ങനെ ബഹളം വെക്കുന്നേ? അവൾ എന്താ ചെയ്തെന്ന് നിനക്ക് അറിയണോ അല്ലേ? ചേച്ചി അനിയത്തിയും ഒരേ ആളുടെ ഭാര്യയായിട്ട് ജീവിക്കുന്നതിൽ നിനക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ? അമ്മ എന്തൊക്കെയാ പറയുന്നത്? കണിമംഗലത്ത് വെച്ച് പ്രിയയുടെ കഴുത്തിലിടാൻ താലി കാണുന്നില്ലായിരുന്നു. കണിമംഗലത്തുനിന്ന് വിളിച്ചപ്പോ പൂജിച്ച മറ്റൊരു താലി ഇവിടെ നിന്നും കൊണ്ടുപോയി കൊടുത്തു. ആ തന്തയും തള്ളയും ഇല്ലാത്തവള്. അന്ന് അവൾ അതിന് തയ്യാറല്ലായിരുന്നെങ്കിലും വിവാഹം കഴിഞ്ഞ ദിവസം തന്നെ പ്രിയങ്ക ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു. ആ അവിടെയാണ് അവളുടെ ബുദ്ധി. വരുൺ അവളുടെ കഴുത്തിൽ കെട്ടിയ താലി കൊടുക്കാൻ അവൾക്ക് മനസ്സില്ലായിരുന്നു. അത് ഇപ്പോഴും ചരടിൽ കോർത്ത് അവളുടെ കഴുത്തിലുണ്ട്. നീ വാ, അവളെ കൊണ്ട് ഞാനത് പറയിപ്പിച്ചു തരാം. അമ്മേ, നമ്മൾ എത്ര ഒളിച്ചു നിർത്തിയിട്ടും വരുൺ അവളെ കണ്ടുപിടിച്ചു. അത് അവളുടെ കുറ്റമൊന്നും അല്ല. ദേവേട്ടനാ അവളെ വിളിച്ച് വരുണിന്റെ മുന്നിൽ നിർത്തിയത്. അതിന്റെ പക വേറൊരു രീതിയിലും അമ്മ അവളോട് തീർക്കരുത്. ഓ എന്ന് പറഞ്ഞ നിന്റെ മോളോട് പക തീർക്കാൻ വേണ്ടി ഞാൻ പുതിയൊരു കഥയുണ്ടാക്കി വെച്ചു. നിന്റെ മോളോട് തന്നെ ചോദിക്കാം. ഡി രാധികേ, ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഡി രാധികേ. നീ എന്തു പറഞ്ഞാ പ്രാർത്ഥിച്ചത്?
പ്രിയങ്കയുടെ ജീവിതത്തിന് ഒരു ബുദ്ധിമുട്ട് വരുത്തരുതെന്ന്. നിന്റെ മിടുക്ക് എന്നോട് വേണ്ട. പ്രിയങ്ക മോൾക്ക് നാശം വരാനല്ലാതെ മറ്റൊന്നിനും വേണ്ടി നീ പ്രാർത്ഥിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഇപ്പോഴും വരുണിനെ നിന്റെ ഭർത്താവിന്റെ സ്ഥാനത്തല്ലേടി കൊണ്ടു നടക്കുന്നത്? എന്താടി നിന്റെ നാവിറങ്ങിപ്പോയോ? അങ്ങനെയല്ല കാണുന്നതെങ്കിൽ നിന്റെ കഴുത്തിൽ എങ്ങനെയാടി അവൻ കെട്ടിയ താലി കിടക്കുന്നത്? മുത്തശ്ശി പറയുന്നത് സത്യമാണോ മോളെ? നിന്റെ കഴുത്തിൽ താലിയുണ്ടോ? കൊള്ളം പറഞ്ഞ കൊന്നുകളഞ്ഞോ? ഇങ്ങോട്ട് നീക്കടി. മുത്തശ്ശി, മുത്തശ്ശി ഞാൻ പറയുന്ന കേക്ക്. കൈ മാറ്റടി. മുത്തശ്ശി വേണ്ട. അയ്യോ, കൈ മാറ്റടി. മാറ്റാ. നീ വരുണിന്റെ അടുത്ത് നിൽക്കുമ്പോ നിന്റെ കഴുത്തിൽ താലി കിടക്കുന്നത് ഞാൻ കണ്ടതാ. എവിടെ അടി അത് ഒളിപ്പിച്ചു വെച്ചത്? മുത്തശ്ശി എന്തൊക്കെയാ പറയുന്നത്? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കണ്ടു. എന്റെ കണ്ണെന്നെ ചതിക്കില്ല യശോദേ. ഈ വീട് മുഴുവൻ പരിശോധിക്കേ. ഇവളത് എവിടെയെങ്കിലും എടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അമ്മയ്ക്ക് ഭ്രാന്തുണ്ടോ? വരുൺ ഇവളെ കണ്ടപ്പോ അമ്മ പേടിച്ചു. ആ പേടിയുടെ പേരിൽ വന്ന ഓരോരോ തോന്നലുകളാ. അതിനിപ്പോ അവളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ നീ പറയില്ലല്ലേ? എന്നെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ ഒന്ന് ഞാൻ കണ്ടുപിടിച്ച പിന്നെ ഈ കുടുംബത്തിൽ നീ ഉണ്ടാവില്ല. നിന്നെ ന്യായീകരിക്കാൻ നീ ഇവളും. പോട്ടെ മോളെ, മുത്തശ്ശിക്ക് എന്തോ തെറ്റ് പറ്റിയതാവും. സാരല്ലമ്മ. മോളിരുന്ന് പ്രാർത്ഥിക്ക്. നിന്നെ കണ്ടതിന്റെയും തിരിച്ചറിഞ്ഞതിന്റെയും പേരില് വരുണിന്റെ മനസ്സില് തെറ്റായി ഒന്നും ഉണ്ടാവരുതെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കും. കൃഷ്ണ, കാത്തു, എനിക്കിത് നഷ്ടപ്പെട്ടില്ലല്ലോ. പത്മിനി, വന്നു കയറിയിട്ട് പ്രിയങ്ക മോളോട് എന്തെങ്കിലും സംസാരിച്ചോ നീ? ഇല്ല, ഞാനൊന്നും സംസാരിച്ചില്ല.
ഞാനും ഒന്നും സംസാരിച്ചില്ല. മോൾ എന്ത് കരുതുവാവൂ? എനിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നമ്മേ, പക്ഷേ എല്ലാം കൂടി ഓർക്കുമ്പോ എങ്ങനെയാന്ന് വെച്ചിട്ടാ. പ്രിയങ്കയും വരുണും തമ്മിലുള്ള അകൽച്ചയില് മനസ്സാ സന്തോഷിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. നമ്മളുകൂടി മുഖം തിരിച്ചു നിന്നാല് അവര് രണ്ടുപേരും ഒറ്റപ്പെട്ടു പോവില്ലേ? വരുണിന്റെ മനസ്സ് മാറ്റിയെടുക്കാന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ. അതിന്റെ ഇടയിൽ ആ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് വെച്ചാ അവളുടെ കുറ്റമാണോ പത്മിനി? പരമേശ്വരൻ ഒരു സുപ്രഭാതത്തില് നിന്നോട് ഇറങ്ങി പോവാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ? അതല്ലേ അവളും ചെയ്തുള്ളൂ. ആ, അത് വിട്ടേക്ക്. കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താ നമ്മൾ ക്ഷമിക്കില്ലേ? അതുപോലെ കരുതിയാ മതി. നാളെ രാവിലെ മുതല് പഴയതുപോലെ അവളെ നമ്മുടെ ഒപ്പം നിർത്തണം. അവൾക്ക് ഒരു കുറവും വരാൻ പാടില്ല. മുത്തശ്ശി, എന്താ മോളെ, ഉറങ്ങിയില്ലേ നീ ഇതുവരെ? എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. ഞാനിത് മുത്തശ്ശി ഏൽപ്പിക്കാൻ വന്നതാ. മുത്തശ്ശി എനിക്ക് തന്ന ആഭരണങ്ങളാ. ഇനി ഞാനിത് കൈവയ്ക്കുന്നില്ല. സ്വർണത്തിന്റെയും സമ്പത്തിന്റെയും ബലത്തിലല്ലാതെ മുത്തശ്ശിയും അമ്മയും ഇവിടെ ഉള്ളവരെയും സ്നേഹിക്കാൻ എനിക്ക് പറ്റും. മോളെ, എന്നോട് ക്ഷമിക്കമ്മേ. അച്ഛൻ്റെ കൂടെ ഇവിടെ നിന്ന് ഇറങ്ങി ആറ്റുവാശ്ശേരിയിൽ എത്തിയപ്പോഴാ എനിക്ക് എന്തെല്ലാം നഷ്ടങ്ങളാ വന്നതെന്ന് ഞാൻ ചിന്തിച്ചത്. വരുൺ എന്നെ സ്നേഹിച്ചിട്ടില്ല, പക്ഷെ ആ കണക്ക് തീർത്ത് അമ്മയും മുത്തശ്ശിയും എന്നെ സ്നേഹിച്ചിരുന്നു. ഞാൻ കുറെ കരഞ്ഞു. അമ്മ എന്നോട് പറഞ്ഞ വാക്കുകളൊക്കെ ഓർത്തു. എനിക്ക് നിങ്ങളെ ഒന്നും പിരിയാൻ പറ്റില്ലമ്മേ. അതിനാരെ പിരിയാൻ പോകുന്നേ? നിന്നെ ഞങ്ങൾക്കങ്ങനെ വേണ്ടാന്ന് വെക്കാൻ സാധിക്കൂ? പിന്നെ വന്നു കയറിയപ്പോ മിണ്ടാൻ മടിച്ചതേ അപ്പ സംസാരിച്ച ഒരു കൂട്ടക്കരച്ചിലാവുമല്ലോ എന്ന് പേടിച്ചിട്ടാ. അച്ഛൻ എന്ത് വാത്സല്യാന്നറിയോ നിന്നോട്? ആശുപത്രി കിടന്ന അച്ഛൻ പറഞ്ഞത് തിരിച്ചു വന്ന അച്ഛന് സ്വസ്ഥതയോടെ ഉറങ്ങണമെങ്കിൽ നീ ഇവിടെ വേണമെന്ന്. എനിക്കറിയില്ല. നാളെ ഞാൻ അച്ഛനോട് സംസാരിച്ചോളാം. മുത്തശ്ശി, എന്താ കുട്ടിയെ കാണിക്കുന്നത്? അറിയാതെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം. ഇനി വരുൺ എന്നെ ആട്ടി പുറത്താക്കിയാലും ഞാൻ മുത്തശ്ശിയെ വിട്ട് എങ്ങോട്ടും പോവില്ല. വരുണിനെ മുത്തശ്ശി സ്നേഹിക്കുന്ന അത്രയും തന്നെ എന്നെയും മുത്തശ്ശി സ്നേഹിക്കുന്നുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും ആ സ്നേഹം. ആളുകൾ പറയുന്ന സത്യം, സ്നേഹമുള്ളവർ തമ്മില് ഇടയ്ക്കൊന്ന് പിരിഞ്ഞിരിക്കണം. എന്നാലേ സ്നേഹത്തിന്റെ വില മനസ്സിലാവും. എന്റെ മോൾക്ക് ഇനി ഒരു കുറവും വരില്ല, ഒരു കാലത്തും വരില്ല.